ഇപ്പോൾ ഗ്യാൻസുജനായാലും റേസ്റ്റാറായാലും കളിയും കാര്യങ്ങളൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പം അതിനെക്കുറിച്ചും പിന്നെ ഫ്രീ ഫയറിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ യൂട്യൂബ് ചാനലുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക ഗൈസ്. എല്ലാവരും വീഡിയോ മാക്സിമം അപ്ലോഡ് ചെയ്താലാണ് ഫ്രീ ഫയറിന് പുരോഗതി ഉണ്ടാകത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ റീജിയനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ ഗൈസ്. ഫുൾ പാനൽ പ്ലെയേഴ്സാണ്. അതുകൊണ്ടാണ് റേസ്റ്റാറും ഗ്യാൻസുജനായാലും നിർത്തിപ്പോകാനുള്ള ആദ്യത്തെ കാരണം. ഇപ്പോൾ ഫുൾ ഹാക്കേഴ്സാണ്. ഇപ്പോൾ ഹാക്കേഴ്സാണ് ഇപ്പോൾ റീജിയനിൽ നിൽക്കുന്നത്. അപ്പോൾ നന്നായി കളിക്കുന്ന ഒരു പ്ലെയറിനായാലും ഇപ്പോൾ റീജിയനിലേക്ക് കയറാൻ പറ്റുന്നില്ല. നന്നായി കളിക്കുന്ന പ്ലെയേഴ്സും ഇപ്പോൾ കളി നിർത്തിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരും റീജിയനിലേക്ക് അധികം വരുന്നില്ല ഗൈസ്. അപ്പോൾ ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് പേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ് ഗൈസ്. നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറേ ടോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗൈസ്, വീഡിയോ ഇടുന്നവരുണ്ട് ഗൈസ്. ടോപ്പ് പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാലത്തെങ്കിലും ടോപ്പ് ചെയ്യേണ്ടിയിരിക്കുക ഗൈസ്. ഒരു 2-3 മാസത്തേക്കെങ്കിലും ടോപ്പ് ചെയ്യേണ്ടിയിരിക്കുക ഗൈസ്. അപ്പം ഗരീനെ കുറച്ചും കൂടി പുരോഗമനം കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. അപ്പം കുറേ ഈവൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ടോപ്പ് ചെയ്യുന്ന അറിയണോണ്ട് മാത്രമാണ് ഗൈസ് ഈവൻസുകളും കാര്യങ്ങളൊക്കെ ഡെയിലി അവർ കൊണ്ടുവരുന്നത്. നിങ്ങൾ ടോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ആഴ്ചയിൽ അവർ കുറേ ഈവൻസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഗൈസ്. ആദ്യം അത് നിർത്തുക ഗൈസ്. ടോപ്പ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക. എന്നാലാണ് ഗൈസ് ഫ്രീ ഫയറിന് ഒരു പുരോഗമനം ഉണ്ടാകത്തുള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ ഗ്യാൻസുജനും റേസ്റ്റാറും വന്നാലാണ് ഗൈസ് ഫ്രീ ഫയറിലോട്ടേക്ക് വന്നാലാണ് പഴയൊരു പുരോഗമനം കുറച്ചും കൂടി ഉണ്ടാകത്തുള്ളൂ ഗൈസ്. ഓറ കിട്ടത്തുള്ളൂ. പണ്ടത്തെ അവരുടെ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഓർന്നാലാണ് ഒരു ഓറയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഗൈസ്. അപ്പം ഫ്രീ ഫയറിൻ്റെ ഫേസ്ബുക്ക് പേജായാലും ഇൻസ്റ്റാഗ്രാം പേജായാലും നിങ്ങൾ അതിൽ പോയിട്ട് റേസ്റ്റാർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഗൈസ് പോയിട്ട് കമൻറ്റ് ഇടുക ഗൈസ്. എന്തെങ്കിലുമൊക്കെ പോയിട്ട് കമൻറ്റ് ഇടുക റേസ്റ്റാറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വാക്സ് പറഞ്ഞ പോലെ കോൾ ബാക്ക് റേസ്റ്റാറിന്ന് പോയിട്ട് കമൻറ്റ് ഇടുക ഗൈസ്. നിങ്ങളെല്ലാവരും പോയിട്ട് കമൻറ്റ് ഇടുക. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാം പേജിലായാലും പോയിട്ട് കമൻറ്റ് ഇടുക ഗൈസ്. വാക്സ് 7 പറഞ്ഞ പോലെ ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ, ഫ്രീ ഫയറിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെ വീഡിയോ ഇടുക ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്താലാണ് നമുക്ക് ഫ്രീ ഫയറിന് കുറച്ച് പുരോഗമനം കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. ഇപ്പോൾ ഫ്രീ ഫയർ നിർത്താനൊന്നും ഞാൻ നിങ്ങളോട് പറയത്തില്ല ഗൈസ്. ടോപ്പ് ചെയ്യണതിൻ്റെ എണ്ണം കുറയ്ക്കുക ഗൈസ്. നിങ്ങൾ പാനലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം വളരെ കുറയ്ക്കുക ഗൈസ്. ഇപ്പോൾ വളരെ കുറയ്ക്കുക ഗൈസ്. എന്നിട്ട് ഫ്രീ ഫയർ കുറച്ച് പുരോഗമനം ആട്ടെ ഗൈസ്. എന്നിട്ട് നിങ്ങൾ ടോപ്പ് ചെയ്തോ. പക്ഷേ പാനൽ നിങ്ങൾ യൂസ് ചെയ്ത് ഗൈസ്. പാനൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യില്ല, ആരെയും കയ്യിൽ നിന്നും വാങ്ങില്ല ഗൈസ്. അപ്പോൾ നന്നായി കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മുടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ പാനൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗ്ലോറിയും കാര്യങ്ങളും അവർ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കലൊക്കെ പോകും ഗൈസ്. അപ്പം നിങ്ങൾ പാനൽ യൂസ് ചെയ്യാണ്ടിരിക്കുക ഗൈസ്. ആദ്യം തന്നെ പറയാം. പിന്നെ നിങ്ങൾ ടോപ്പ് ചെയ്യാണ്ടിരിക്കുക ഗൈസ്. ടോപ്പ് വളരെ നന്നായിട്ട് കുറയ്ക്കുക ഗൈസ്. എന്നാലാണ് നമ്മുടെ പഴയ പോലത്തെ ഒരു ഫ്രീ ഫയറിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ ഇപ്പോൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇട്ട് മാത്രം ജീവിച്ചു പോകുന്ന കുറേ മെമ്പേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പം അവർക്കൊന്നും ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൈസ ഒന്നും യൂട്യൂബിൽ നിന്നും കാര്യങ്ങളും കിട്ടത്തില്ല ഗൈസ്. അപ്പം അത് മാത്രം ഇട്ട് ജീവിച്ചു പോകുന്ന കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഈ ഗെയിമിംഗ് ഉണ്ടെങ്കിലാണ് ഗൈസ് നിലനിന്ന് പോകത്തുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യണം. എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് ഗൈസ് അപ്പോൾ ഇതിന് പുരോഗമനം കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു വലിയൊരു യൂട്യൂബർ ഒന്നല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യുന്ന വെച്ചു നമ്മളിപ്പോൾ ഒരു 8 വർഷമായിട്ടുണ്ടാവും നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതുവരെ നമുക്കൊരു പുരോഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടില്ല ഗൈസ്. യൂട്യൂബിൽ നിന്നായാലും ഫ്രീ ഫയറിൽ നിന്നായാലും ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. ഫ്രീ ഫയറിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പുരോഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അക്കൗണ്ട് ബാനായി പോയി, കുറേ അക്കൗണ്ട് ആരോ അടിച്ചു കൊണ്ടുപോയി. അത്ര പുരോഗമനം നോക്കി ഗെയിമിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ടും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ടോപ്പ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ ബാനാവും അല്ലെങ്കിൽ വല്ലവരും എടുത്തുകൊണ്ട് പോകും ഗൈസ്. അപ്പോൾ ടോപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ടോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ അക്കൗണ്ട് വിറ്റുകൊണ്ട് ഗൈസ് നല്ല പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ടോപ്പ് ചെയ്ത പൈസ പോലും നിങ്ങൾ വിൽക്കുമ്പോൾ കിട്ടത്തില്ല ഗൈസ്. അതിന് കുറവ് പൈസ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അപ്പോൾ അതുകൊണ്ടൊക്കെ പറയുകയാണ് നിങ്ങൾ ടോപ്പ് ചെയ്ത് നിർത്തുക. ഇപ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ടാവും ഗൈസ് നമ്മളിപ്പോൾ ഫ്രീ ഫയറിൽ നിൽക്കുന്നത്. സ്ഥിരമായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് 7 വർഷമായിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ഫ്രീ ഫയർ ഡൗണായി. ഫ്രീ ഫയറിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളിപ്പോൾ ഫ്രീ ഫയറിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊരു 3 കൊല്ലത്തെ അക്കൗണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന് മുന്നത്തെ അക്കൗണ്ടൊക്കെ ബാനായി കുറേ
ആരൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട് ഗൈസ്. അപ്പം ഫ്രീ ഫയറിൽ ടോപ്പ് ചെയ്യണവരോട് ടോപ്പ് ചെയ്യാണ്ടിരിക്കുക ഗൈസ്. അപ്പം നമുക്ക് ഈ ഗെയിമിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിൽ നിന്ന് ഒരു പുരോഗമനം കിട്ടിയിട്ടില്ല, യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു പുരോഗമനം കിട്ടിയില്ല. 2 യൂട്യൂബ് ചാനൽ പോയിട്ടുണ്ട് ഗൈസ്. അപ്പം അതിൽ നിന്നൊന്നും പുരോഗമനം ആയിട്ടില്ല. ഇപ്പോൾ തുടങ്ങിയെന്നും ഇപ്പോൾ കുറച്ച് പുരോഗമനമായി വരുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നന്നായി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിനെസ്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യത്തുള്ളൂ ഗൈസ്. മെയ് ജൂൺ വരെ നമ്മൾ നോക്കും. വീഡിയോസിനും കാര്യങ്ങൾസിനൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർത്തന്നെ ചെയ്യും ഗൈസ്. നിർത്തന്നെ ചെയ്യും. ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ നിർത്തും. ഫ്രീ ഫയറിന് പുരോഗമനം കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഒരു 4-5 വർഷമായിട്ടായാലും ഗൈസ് ഒരു പുരോഗമനവും കാര്യങ്ങളും കിട്ടണില്ല ഗൈസ്. ഈ ഗെയിമിൽ നിന്നായാലും യൂട്യൂബ് ചാനലിൽ നിന്നായാലും ഇതുവരെ ഒരു പുരോഗമനം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ കുറച്ച് നാളും കൂടി നോക്കും. എന്നിട്ട് ഒരു പുരോഗമനം കാര്യങ്ങളൊന്നും ഗെയിമിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഗെയിം സ്റ്റോപ്പ് ആക്കുന്നതായിരിക്കും ഗൈസ്. ഫ്രീ ഫയറും കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് റെഡിയാക്കിയില്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്ലേയേഴ്സ് ഇറങ്ങി പോകും ഗൈസ്. ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറേ ആൾക്കാർ തന്നെ ഇപ്പം തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് ഗൈസ് ഫ്രീ ഫയർ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാവും. ഇപ്പോൾ യൂട്യൂബേഴ്സ് മാത്രമാണ് ഇപ്പം നിൽക്കുന്നത്. ലൈവ് ഇടുന്ന യൂട്യൂബേഴ്സും പിന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള യൂട്യൂബേഴ്സും മാത്രമാണ് ഇപ്പോൾ ഫ്രീ ഫയറിൽ നിൽക്കുന്നത്. ബാക്കി കുറേ പേരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ പിന്നെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിൽഡും കാര്യങ്ങളും പിന്നെ അക്കൗണ്ട് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് കുറേ പേര് നിൽക്കുന്നത് ഗൈസ്. അപ്പം ഇപ്പോൾ പുരോഗമനം കാര്യങ്ങളൊന്നും ഫ്രീ ഫയറിന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ നിർത്തുന്നതായിരിക്കും ഗൈസ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേസ്റ്റാറും ക്യാൻസുജനും ഗെയിമിലേക്ക് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ ഗൈസ് അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അവരുടെ പേജിൽ പോയിട്ട് കോൾ ബാക്ക് റേസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിടുക ഗൈസ്. അതേപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലിട്, എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും പോയിട്ടിടുക. എല്ലാവരും വീഡിയോ ചെയ്യുന്നവരുടെ മൊത്തം പോയിട്ടിടുക ഗൈസ്. എല്ലാവരും കമൻറ്റ് ബോക്സിലിട്ട് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോയിട്ട് കോൾ ബാക്ക് റേസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇടുക ഗൈസ്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് കുറച്ചും കൂടി പുരോഗമനം ഉണ്ടാവും ചെയ്യും. പിന്നെ ഗെയിമിന് കുറച്ച് പുരോഗമനം കൂടി വാക്സ് 777 പറഞ്ഞ പോലെ ഒഫീഷ്യൽ പേജിൽ പോയിട്ട് ഫ്രീ ഫയറിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോയിട്ട് കോൾ ബാക്ക് റേസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. അപ്പോൾ ഫേസ്ബുക്ക് പേജിലായാലും ഇൻസ്റ്റാഗ്രാം പേജിലായിട്ടും പോയിട്ട് കോൾ ബാക്ക് റേസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇട്ട് അടിച്ച് പൊട്ടിച്ചേക്ക് ഗൈസ്. അതേപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ക്യാൻസർ റേസ്റ്റാറും വന്നു കഴിഞ്ഞാൽ ഗൈസ് അപ്പോൾ പണ്ടത്തെ പോലത്തെ ഓറ സെറ്റാവും. പിന്നെ കുറച്ചും കൂടി പുരോഗമനം ഉണ്ടാവും. വലിയ പുരോഗമനം അല്ലെങ്കിലും കുറച്ച് പുരോഗമനം ഉണ്ടാവും. പിന്നെ ഹാക്കേഴ്സിൻ്റെ ബാനാക്കുക. പിന്നെ ടോപ്പ് അപ്പേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ തന്നെ കുറയ്ക്കുക. അതാണ് പറയാനുള്ളത്. നിങ്ങൾ തന്നെ കുറയ്ക്കുക ഗൈസ്. അപ്പോൾ കുറച്ച് കുറയ്ക്കുക ഗൈസ്. അപ്പോൾ എന്നാലാണ് പുരോഗമനം കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് മാത്രം ഗെയിം കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴും കണ്ടിന്യൂ ആയി പോകണവരുണ്ട് ഗൈസ്. അപ്പം അവർക്കും ഒരു പുരോഗമനം കാര്യങ്ങളും വേണം. അവർക്കും സ്ഥിരമായിട്ട് പോകണം ഗൈസ്. സ്ഥിരമായിട്ട് അവർക്ക് യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകണം ഗൈസ്. അപ്പം ഇപ്പോൾ ഒരു വേറെ ഗെയിമിലേക്ക് അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഫ്രീ ഫയർ നിർത്തി വേറൊരു ഗെയിമിലേക്ക് പോയാലും അവർക്ക് അവിടെ വ്യൂസും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല ഗൈസ്. ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് തന്നെ അവർക്ക് അധികം വ്യൂസും കാര്യങ്ങളില്ല ഗൈസ്. എന്നാലും ഉള്ള വ്യൂസ് പോകും ഗൈസ് വേറെ ഗെയിമിലേക്ക് പോകുമ്പോൾ. അതാണ് ഈ ഗെയിമിൻ്റെ കുറച്ച് പ്രത്യേകത ഉള്ളത് ഗൈസ്. അപ്പം എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ട് പുരോഗമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം കോൾ ബാക്ക് റേസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഗൈസ് കമൻറ്റ് ഇട്. ഒഫീഷ്യൽ പേജിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. കമൻറ്റ് ഇട്ട് പൊട്ടിക്കുക ഗൈസ്. അപ്പം എന്നാലാണ് നമ്മുടെ പുരോഗമനം കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിന് വരുത്തുള്ളൂ. ഇത്രയും വലിയൊരു ഓൺ വോയിസ് വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ ഗൈസ്. അപ്പം കുറേ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.